അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. സ്നേഹബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, പരിശുദ്ധമായ റമളാനിൻ്റെ റഹ്മത്തിൻ്റെ 10 വിട പറഞ്ഞ് മഗ്ഫിറത്തിൻ്റെ 10ലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും കടക്കുകയാണ്. ഇന്ന് പരിശുദ്ധമായ റമളാനിൻ്റെ 2ാമത്തെ വെള്ളിയാഴ്ച രാവാണ്. നാളെ വെള്ളിയാഴ്ച പകലാണ്. അതായത് ഇന്ന് റമളാൻ 11ാമത്തെ രാവാണ്. നാളെ 11ാമത്തെ ദിനം, 11ാമത്തെ നോമ്പ്. ഇൻഷാ അല്ലാഹ് ഈ സമയത്ത് നമ്മൾ ഒരുപാട് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിനെ ചോദിക്കേണ്ട സമയങ്ങളിലൂടെയാണ് നമ്മളിനി കടന്നു പോകാൻ പോകുന്നത്. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തില്ല എങ്കിൽ നമ്മുടെ ജീവിതം വളരെ നഷ്ടത്തിലാണ്. അള്ളാഹു നമ്മൾ ചെയ്തു പോയ പാപങ്ങളൊക്കെ പുറത്തു തരണം. അതാണ് ഈ മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ചില ദിക്റുകൾ കൊണ്ട്, സ്വലാത്തുകൾ കൊണ്ട്, തസ്ബീഹുകൾ കൊണ്ട്, ചില ദുആകൾ കൊണ്ട് നമുക്ക് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിനെ നേടിയെടുക്കാൻ പറ്റും. നമ്മൾ റമളാനിൻ്റെ ആദ്യത്തെ 10 ചൊല്ലിയത് അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. റഹ്മത്തിനെ ഒരുപാട് ചോദിച്ചിരുന്നു. അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല റഹ്മത്ത് നിലനിർത്തി തരുമാറാവട്ടെ. ഇനി നമ്മൾ ചോദിക്കുന്നത് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിനെയാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുമുള്ള പാപമോചനത്തെ തേടുന്ന പലതരത്തിലുള്ള ദിക്റുകളാണ്. ആ ദിക്റിൻ്റെ സദസ്സിലേക്കാണ് ഇൻഷാ അല്ലാഹ് നമ്മളിനി പ്രവേശിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധയോടുകൂടിയിരിക്കുക. ദുആക്ക് ഇജാബത്തുള്ള അതിശ്രേഷ്ഠമായ ഒരു രാവിലാണുള്ളത്. അതിശ്രേഷ്ഠമായ പകലാണ് നാളെ വരുന്നത്. പരിശുദ്ധമായ റമളാനിലെ ഓരോ രാവിനും ദുആക്ക് ഇജാബത്തുണ്ട്. പ്രത്യേകിച്ച് റമളാനിൻ്റെ വെള്ളിയാഴ്ച രാവ്, 2ാമത്തെ വെള്ളിയാഴ്ച രാവ് എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെയധികം ശ്രദ്ധയോടെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു രാവാണ്. ആ രാവിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇൻഷാ അല്ലാഹ് ദുആക്ക് ഇജാബത്തുള്ള ഈ സമയത്ത് നമുക്ക് അള്ളാഹുവിലേക്ക് മഗ്ഫിറത്തിനെ തേടാം. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിനെ കിട്ടാൻ ഒരുപാട് ദിക്റുകൾ നമ്മൾ പറയേണ്ടതുണ്ട്. ആ ദിക്റുകളിലേക്കാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി പ്രവേശിക്കാൻ പോകുന്നത്. പരിശുദ്ധമായ റമളാനിൽ ഈ 2ാമത്തെ 10 നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടത് മഗ്ഫിറത്തിനെ ചോദിക്കലാണ്, പാപമോചനത്തെ. എങ്ങനെയാണ് ചോദിക്കുക? അല്ലാഹു മഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, പടച്ചവനെ, നീ എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാ. എൻ്റെ പാപങ്ങൾ ഒരുപാടുണ്ട്, ചെറുതും വലുതും, രഹസ്യവും പരസ്യവുമായി. അതെല്ലാം നീ പുറത്തു തരണേ അല്ലാ എന്നാണ് നമ്മൾ മഗ്ഫിറത്തിൻ്റെ 10 ഏറ്റവും കൂടുതൽ പറയേണ്ട ദിക്ർ. ആ ദിക്റാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പറയാം. اللهم اغفر لي ذنوبي يا رب العالمين. 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 اللهم اغفر لي ذنوبي يا رب العالمين.
اللهم اغفر لي ذنوبي يا رب العالمين 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 اللهم اغفر لي ذنوبي يا رب العالمين. വിശുദ്ധമായ റമദാനിന്റെ 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ രാത്രിയിലും പകലിലുമൊക്കെ നമ്മൾ പറയേണ്ട, അധികരിപ്പിക്കേണ്ട നബിതങ്ങൾ ആയിഷ ബീവിയോട് ഏറ്റവും കൂടുതൽ പറയാൻ പറഞ്ഞ ദിക്റാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഏതാണത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. മഗ്ഫിറത്തിന്റെ ബത്തിൽ നമ്മൾ പരമാവധി അള്ളാഹുവിലേക്ക് നമ്മുടെ പാപങ്ങൾ, തെറ്റുകൾ പൊറുക്കാനുള്ള ദുആകളും ദിക്റുകളുമാണ് ഏറ്റവും കൂടുതലായി പറയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കടലിൻ്റെ നുരയോളം തെറ്റുകൾ ചെയ്തവനാണെങ്കിലും ആ തെറ്റുകൾ പൊറുക്കപ്പെടാൻ പറ്റിയ ഒരു ദിക്ർ ഈ ഒരു മഗ്ഫിറത്തിൻ്റെ ബത്തിൽ അധികമായി നമ്മൾ പറയണം. നമ്മളൊക്കെ പറയുന്ന ദിക്റാണ്. ഇൻഷാ അല്ലാഹ് ഒന്നിച്ച് ഈ ദിക്റിൻ്റെ മജ്‌ലിസിൽ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അതിൻ്റെ വലിയ പുണ്യം കിട്ടും. എല്ലാവരും ഒന്നിച്ചൊന്ന് പറഞ്ഞേ, ഏതാണ് ആ ദിക്ർ? لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء
شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം പറഞ്ഞ ദിക്ർ മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് പടച്ചോനെ റബ്ബേ എൻ്റെ ആ പാപം ആ ഒരു തെറ്റ് ആ ഒരു പിഴവ് നീ പുറത്തു തരണേ എന്ന് മഹാനവറുകൾ മനസ്സിൽ കരുതി പറഞ്ഞ ആ ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ് ഈ മഗ്ഫിറത്തിന്റെ പത്തിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പറയാം. ഏതാണത്? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിലേക്ക് നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കൾ അവർ ഏറ്റവും കൂടുതൽ അധികരിപ്പിച്ചിരുന്ന ഒരു 4 വരി ബൈത്താൻ.
ഈ ബൈത്തിൽ നമ്മൾ ഈ റമദാൻ മാസത്തിൽ അള്ളാഹിനോട് പാപം പൊറുക്കാൻ ചോദിക്കുന്നു, സ്വർഗത്തെ ചോദിക്കുന്നു, നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു, അല്ലെ, ദുആ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു 4 വരി പദ്യമാണ്. നമുക്ക് എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് നല്ല മനസ്സോടുകൂടി അതൊന്ന് പറയാം. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അളീമി ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. ഇനി പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ എല്ലാ സമയത്തും നമുക്ക് പറയാൻ പറ്റിയ ഒരു ദിക്റാണ്. എന്താണ് ആ ദിക്ർ? 99 രോഗം ഉണ്ടോ നിങ്ങൾക്കത് ശിഫയാവും. മരണമല്ലാത്ത എല്ലാ രോഗത്തിൽ നിന്നും എല്ലാ ആപത്തിൽ നിന്നും അള്ളാഹു രക്ഷ കൊടുക്കും എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു അത്ഭുതപ്പെടുത്തുന്ന ദിക്റാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു സമയത്ത് നമ്മൾ പറയാൻ പോകുന്നത്. ഇതെല്ലാ സമയത്തും നിങ്ങൾക്ക് പറയാൻ പറ്റിയതാണ്. ഏതാണ് ആ ദിക്ർ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم റമളാനിൽ മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും എല്ലാ വർഷത്തിലും എല്ലാ സമയത്തും നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ടതും മരിക്കുന്ന സമയത്ത് ഇത് പറഞ്ഞിട്ട് മരിക്കാൻ പറ്റിയ സ്വർഗം കിട്ടുന്നതുമായ ഒരു ദിക്റാണ് അഫ്ളലു ദിക്ർ. ഏതാണത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. ആരാധനക്കർഹൻ അല്ലാഹുവേ നീയല്ലാതെ മറ്റാരുമില്ല എന്നർത്ഥം വരുന്ന ദിക്റാണ്. അത് നമുക്ക് പറയാതെ പോയാൽ വലിയ നഷ്ടമാണ്. എല്ലാവരും ഒന്നിച്ച് പറഞ്ഞേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله 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 لا إله إلا الله. പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ 70 സുബ്ഹാനല്ലാഹ് പറഞ്ഞ പ്രതിഫലമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന ആ ഒരു ദിക്ർ ഉണ്ടല്ലോ, അത് നമ്മൾ സെപ്പറേറ്റ് ആയി നിസ്കാരത്തിന് ശേഷം പറയാറുണ്ട്. ഇതെല്ലാം കൂടി ഒന്നിച്ച് നമുക്ക് പറയാം. ഒന്നിച്ച് പറഞ്ഞാൽ കോടാനുകോടി പ്രതിഫലമാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഈ റമളാനിൽ ഒരു ദിക്ർ പറഞ്ഞാൽ ഇത്ര പ്രതിഫലം മാത്രമേ ഉള്ളൂ അങ്ങനെയൊന്നും കരുതണ്ട. ഒരു ദിക്ർ പറഞ്ഞാൽ നമ്മൾ ആ പറയുന്നതിനനുസരിച്ച്, പറയുന്ന ആളുടെ ഈമാൻ അനുസരിച്ച് അള്ളാഹു പ്രതിഫലം കൂട്ടിത്തരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വിശ്വാസത്തോടെ, നല്ല ഒരു ഈമാനിക ചൈതന്യത്തോടു കൂടി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കോടിക്കണക്കിന് പ്രതിഫലം കിട്ടുന്ന ആ ഒരു ദിക്ർ പറയാം. എല്ലാവരും ഒന്നിച്ച് പറഞ്ഞേ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം.
സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം വിശുദ്ധമായ റമളാനിന്റെ എല്ലാ സമയത്തും പ്രത്യേകിച്ച് നോമ്പ് തുറക്ക് മുമ്പുള്ള സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ നമ്മളോട് ഇഷ്ടമുണ്ടാവുകയും നമ്മുടെ ദുആയൊക്കെ അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കും. അങ്ങനെയുള്ള ഒരു ദിക്റാണ്, ഒരു തസ്ബീഹാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും മനസ്സിലെത്തി പറയുക. അള്ളാഹു തആല ഈ പരിശുദ്ധമായ റമളാനിൻ്റെ പകലിലും രാത്രിയിലൊക്കെ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലും അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله. അൽഹംദുലില്ലാ, നമ്മുടെ ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ തസ്ബീഹിൻ്റെ മജ്ലിസിനെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ കുറച്ച് ദിക്റുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇനിയും ഒരുപാട്
ഒരുപാട് ദിക്റുകൾ, അല്ലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ദിക്റുകൾ ഇനി പറയാൻ കിടക്കുന്നു. എത്രമാത്രം ദിക്റുകളും സ്വലാത്തുകളുമാണ്. അല്ലാഹു തആല അതൊക്കെ പറയാനും അതിൻ്റെയൊക്കെ പ്രതിഫലം നേടാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ റമളാനിൽ നമ്മൾ പറയുന്ന ഓരോ ദിക്റിനും വലിയ നേട്ടങ്ങളാണ്. അല്ലാഹു അത് മുഴുവൻ നമുക്ക് നൽകുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമുക്കിനി സൂറത്തുൽ ഫാത്തിഹ, അതുപോലെ തന്നെ ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ, ഈ 4 സൂറത്തുകൾ നമുക്ക് പാരായണം ചെയ്തിട്ട് ദുആയിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഇൻഷാല്ലാ നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുന്നു. അല്ലാഹു നമ്മുടെ ദുആയിനെ ഖബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. أرحم الراحمين يا രാജാതി രാജനായ റഹ്മാനെ പടച്ചവനെ ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ ഖബൂലാക്കണേ അല്ലാ. പടച്ചവനെ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ദിക്റുകൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തസ്ബീഹുകൾ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഇസ്മുകൾ പറഞ്ഞിട്ടുണ്ട്, മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് തൗബയുടെ വചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നീ ഖബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ റഹ്മാനെ. പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചവരാണ്, ഒരുപാട് പാപങ്ങൾ ചെയ്തവരാ, ഒരുപാട് പിഴവുകൾ പറ്റിയവരാ. ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ചെയ്ത മുഴുവൻ തെറ്റുകുറ്റങ്ങളും പാപികളായ ദോഷികളായ ഞങ്ങൾക്കെല്ലാവർക്കും ഈ പരിശുദ്ധമായ റമളാനിന്റെ പുണ്യമായ ഈ രാവിന്റെ ബറക്കത്ത് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാ. ഇത് മഗ്ഫിറത്തിന്റെ 10 ദിനങ്ങളാണല്ലോ റഹ്മാനെ. നിന്റെ മഗ്ഫിറത്ത് ഞങ്ങൾക്ക് തരണേ അല്ലാ, നിന്റെ മർഹമത്തും ഞങ്ങൾക്ക് തരണേ അല്ലാ, നരകമോചനം തരണേ അല്ലാ, സ്വർഗപ്രവേശനം തരണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ഞങ്ങളുടെ ഭാര്യമാരുണ്ട്, ഞങ്ങളുടെ ഭർത്താക്കന്മാര്, ഞങ്ങളുടെ ഉസ്താദുമാര്, ഞങ്ങളുടെ മക്കളുണ്ട്, മരുമക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്, സഹോദരി സഹോദരന്മാര്, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, കൂട്ടുകാര്, നാട്ടുകാര്, ലോക മുഅ്മിനീങ്ങൾ, റബ്ബേ ആരെല്ലാം മരണപ്പെട്ടാറടി മണ്ണിലുണ്ടോ അവർക്കെല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാ, മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഇന്നത്തെ ഈ സദസ്സിൽ പ്രത്യേകം ദുആ ചെയ്യാൻ
ഒരുപാട് ഉമ്മമാര് വസിയ്യത്ത് തന്നിട്ടുണ്ട്, ഒരുപാട് ഉപ്പമാര് പറഞ്ഞിട്ടുണ്ട്. അവരുടെയും ഞങ്ങളുടെയും ആരെല്ലാം എന്തെല്ലാം ദുആ വസിയ്യത്ത് പറഞ്ഞോ എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കണേ അല്ലാ. വിഷമങ്ങൾ മാറ്റിത്തരണേ അല്ലാ, സങ്കടങ്ങൾ ദൂരീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളോട് ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സദസ്സിൽ വെച്ച് ദുആരക്കാൻ പറഞ്ഞ ഒരുപാട് ഉമ്മമാരുപ്പമാര് എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. മാരകമായ ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ, അറ്റാക്ക് പോലെ, കിഡ്നിയുടെ തകരാറ് പോലെ, അതുപോലെ തന്നെ കരൾ വീക്കം പോലത്തെ ചെറുതും വലുതുമായ മുഴുവൻ അസുഖങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ എല്ലാവരെയും നീ കാക്കണേ അല്ലാ. ഒരുപാട് പേര് ആക്സിഡന്റ് പറ്റിയിട്ട് മറ്റു രോഗങ്ങളായി ചികിത്സയിൽ കഴിയുകയാണ് ഹോസ്പിറ്റൽ വീടുകളിൽ. എല്ലാവർക്കും പരിപൂർണമായ ആഫിയത്തും ആരോഗ്യവും സിഹത്തും നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് പേര് പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ്. സാമ്പത്തികമായ പ്രയാസങ്ങൾ കൊണ്ട് പ്രശ്നത്തിലകപ്പെട്ടവര്, നല്ല ജോലിയില്ലാത്തവര്, മക്കളില്ലാതെ വിഷമിക്കുന്നവർ, നല്ലൊരു കിടപ്പാടമില്ല വീടില്ലാതെ വിഷമിക്കുന്നവർ, റഹ്മാനെ ആരെല്ലാം എന്തെല്ലാം സങ്കടങ്ങളിൽ കഴിയുന്നു എല്ലാവരുടെയും എല്ലാ പ്രതിസന്ധികളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാര്, ഞങ്ങളുടെ ഉമ്മമാര്, ഞങ്ങളുടെ സഹോദരിമാര്, ഞങ്ങളുടെ മക്കളിൽ പല ആളുകളും ഗർഭിണികളാണ്. എല്ലാവർക്കും നീ സുഖപ്രസവം അതുപോലെ തന്നെ ആ കാര്യങ്ങളെല്ലാം നീ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് തന്നിട്ടുള്ള മക്കൾ, ആൺകുട്ടികൾ പെൺകുട്ടികൾ, അവരെല്ലാവരെയും നീ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, മക്കളെ നീ സ്വാലിഹീങ്ങളാക്കി തരണേ അല്ലാ. മക്കൾ കാരണം കണ്ണീര് കുടിക്കുന്ന ഒരവസ്ഥ ഞങ്ങൾക്കാർക്കും നീ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവൻ, ഞങ്ങളുടെ മക്കളൊക്കെ പരീക്ഷ എഴുതുന്നവരാണ്. പരീക്ഷ പലതും കഴിഞ്ഞു വരാനിരിക്കുന്നു. എല്ലാ പരീക്ഷകളിലും ഉന്നതമായ മാർക്ക് നീ കൊടുക്കണേ അല്ലാ. വിജയം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ മക്കളുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. വിദേശത്ത് ഞങ്ങളുടെ മക്കള്, അതുപോലെ തന്നെ ഭർത്താക്കന്മാര്, പല പ്രവാസികളായ സഹോദരന്മാരും ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ വീഡിയോ കാണുന്നവരാണ്. റബ്ബേ, അവരുടെ എല്ലാ പ്രതിസന്ധികളും നീ ദൂരീകരിക്കണേ റഹ്മാനെ. അവരുടെ കച്ചവടങ്ങളിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. റബ്ബേ, വിശുദ്ധമായ റമളാനിലാണല്ലോ ഞങ്ങളുള്ളത്. ഈ റമളാനിന്റെ ഈ സുന്ദരമായ ഈ പവിത്രമായ മഗ്ഫിറത്തിന്റെ പത്തിൽ ഞങ്ങൾ ചോദിക്കുകയാണ്, നിന്റെ മഗ്ഫിറത്തിന് ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, പാപങ്ങളില്ലാത്ത നല്ലൊരു ജീവിതം ഞങ്ങൾക്ക് നീ നസീബാക്കണേ റഹ്മാനെ. ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് തരണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഈമാൻ നീ സലാമത്താക്കി തരണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ മക്കൾ എല്ലാവിധത്തിലുള്ള കാവലും നീ കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ കച്ചവടങ്ങളിൽ നീ സലാമത്ത് കൊടുക്കണേ അല്ലാ, ലാഭം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെ നീ സംരക്ഷിക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഖിദ്മത്തുകൾ ചെയ്യുന്നവരാണ്. അവരുടെ എല്ലാ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബാദികളുടെ രോഗങ്ങൾ നീ മാറ്റിത്തരണേ അല്ലാ. ഞങ്ങളുടെ മക്കൾ കഞ്ചാവിന്റെ, മയക്കുമരുന്നിന്റെ, മറ്റ് മോശപ്പെട്ട കാര്യങ്ങളുടെ അടിമയായി പോകുന്നതിന് തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ വീഡിയോ കാണുന്ന ലക്ഷദ്വീപുകാരായ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അതുപോലെ തന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിലെ ഒരുപാട് എല്ലാ ജില്ലകളിലുമുള്ള ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ. തമിഴ്നാട്ടിൽ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. കർണാടകയിലുള്ള ആളുകൾ, റബ്ബേ, ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങളുടെ ഈ സദസ്സിൽ പങ്കെടുക്കുന്നവരാണ്. എല്ലാവർക്കും നീ എല്ലാവിധ അനുഗ്രഹവും കൊടുക്കണേ അല്ലാ. പടച്ചവനെ, നിന്റെ ഈ പരിശുദ്ധമായ റമളാൻ ഞങ്ങൾ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നുണ്ടോ എല്ലാം നീ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളുടെ ദുആഇനെ നീ ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ എല്ലാവരും സുഭിക്ഷമായി നോമ്പ് തുറക്കുന്നവരാണ്, അത്താഴം കഴിക്കുന്നവരാണ്. റബ്ബേ, ഞങ്ങൾക്ക് വളരെ സുഭിക്ഷമായി റാഹത്തായി ഭക്ഷണം കഴിച്ചു നോമ്പ് തുറക്കുമ്പോൾ ഞങ്ങളുടെ ചോരയാകുന്ന ഗസയിലെ, ഫലസ്തീനിലെ ഒരുപാട് പാവപ്പെട്ട മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അവരൊക്കെ വലിയ വിഷമത്തിലാണ്. റബ്ബേ, നീ സമാധാനം കൊടുക്കണയല്ല, അവർക്ക് റാഹത്തായ ഒരു ജീവിതം കൊടുക്കണയല്ല. അല്ലാഹുവേ, മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണയല്ല. ഇന്ത്യൻ മുസൽമാനെ എല്ലാവിധ ആപത്തുകളെ തൊട്ടും കാക്കണയല്ല. അല്ലാഹുവേ പടച്ചവനെ, നിന്റെ പള്ളികൾ, നിന്റെ മദ്രസകൾ, നിന്റെ ദീനീ ശിആറുകളെ നീ തന്നെ സംരക്ഷിക്കണേ അല്ലാ.
അല്ലാഹുവേ പടച്ചവനെ, വിശുദ്ധമായ റമളാൻ അത് ഓരോ ദിവസവും ഇങ്ങനെ കടന്നു പോവുകയാണ്. റഹ്മത്തിന്റെ 10 കഴിഞ്ഞു പോയി. ഞങ്ങൾക്ക് നിന്റെ റഹ്മത്ത് തരണേ അല്ലാ. മഗ്ഫിറത്തിന്റെ 10ലാണുള്ളത്. നിന്റെ മഗ്ഫിറത്ത് ഞങ്ങൾക്ക് ഒരുപാട് തരണേ അല്ലാ. ഈ മഗ്ഫിറത്തിന്റെ 10 ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ വീണ്ടും ചെയ്യുന്നവരാണ്. നിന്റെ വിശാലമായ പാപമോചനം ഞങ്ങൾക്ക് എല്ലാവർക്കും തരണേ അല്ലാ. ഇനി നരകമോചനത്തിന്റെ 10 വരാനിരിക്കുന്നു, സ്വർഗപ്രവേശനത്തിന്റെ ദിനങ്ങൾ. അല്ലാഹുവേ, നരകം കണ്ണുകൊണ്ട് പോലും കാണാതെ സ്വർഗത്തിലേക്ക് കടക്കുന്ന ഭാഗ്യവാന്മാര് ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഈമാൻ തരണേ അല്ലാ. ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. റബ്ബേ, എല്ലാവിധത്തുള്ള കാവലും എപ്പോഴും നീ തരണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. അൽഹംദുലില്ലാ. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ, നമ്മുടെ ഈ ദിക്റിന്റെ മജ്‌ലിസിനെ ഖബൂലാക്കട്ടെ. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ് നാളെയും നമ്മുടെ ദിക്റിന്റെ മജ്‌ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല ഈ റമളാൻ നമുക്ക് അനുകൂലമാക്കി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.